കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് നൽകിയ നിർദ്ദേശം വളരെ കർശനമാണ്. 2025 നവംബർ 28 പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതോ വിൽക്കുന്നതോ ആയ എല്ലാ മൊബൈൽ ഫോണുകളിലും സഞ്ചാർ സാത്തി ആപ്പ് നിർബന്ധമായും പ്രീ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ആപ്പ് നീക്കം ചെയ്യാൻ കഴിയില്ല, അൺഡിലീറ്റബിൾ ആണ്. നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ കിട്ടുന്ന ചില ആപ്പുകൾ കളയാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രമിച്ചിട്ടില്ലേ? ചില ആപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമില്ല, എന്നാൽ അന്ന് കളഞ്ഞേക്കാമെന്നോർത്ത് ഡിലീറ്റ് ചെയ്തിട്ട് അത് പോകാറില്ല. അതുപോലെ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. ഈ മാറ്റങ്ങൾ വരുത്താൻ കമ്പനികൾക്ക് സർക്കാർ നൽകിയിരിക്കുന്നത് വെറും 90 ദിവസം മാത്രമാണ്. അതായത് അടുത്ത 3 മാസത്തിനുള്ളിൽ വരുന്ന പുതിയ ഫോണുകളിൽ ഇത് കണ്ടു തുടങ്ങും. ഇനി കടകളിൽ ഇരിക്കുന്ന പഴയ ഫോണുകളുടെ കാര്യമാണെങ്കിലോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഈ ആപ്പ് അവരിലേക്കും എത്തിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു നല്ല കാര്യത്തിനാണോ? അതെ, ഉദ്ദേശം നല്ലതാണ്. സൈബർ തട്ടിപ്പുകളും ഫോൺ മോഷണങ്ങളും തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സഞ്ചാർ സാത്തി ആപ്പിലെ പ്രധാന ഫീച്ചറുകൾ ഇവയാണ്. 1. മോഷണം പോയ ഫോൺ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. നിങ്ങളുടെ ഫോൺ അബദ്ധവശാൽ കളഞ്ഞു പോയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ മോഷണം പോയെന്നിരിക്കട്ടെ, അതിന്റെ IMEI നമ്പർ വെച്ച് ഫോൺ ബ്ലോക്ക് ചെയ്യാനും കണ്ടെത്താനും ഈ ആപ്പ് നിങ്ങളെ സഹായിക്കും. 2025 ഒക്ടോബറിൽ മാത്രം 50,000-ലധികം ഫോണുകൾ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്ന വ്യാജ കോളുകളും മെസ്സേജുകളും ഇതിലൂടെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് രണ്ടാമത്തെ സൗകര്യം. സ്പാം കോളുകളും ഫ്രോഡ് കോളുകളും എല്ലാം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പേരിൽ ആരെങ്കിലും വ്യാജ സിം കാർഡ് എടുത്തിട്ടുണ്ടോ എന്ന സംശയം നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ? അത് പരിശോധിക്കാനും അങ്ങനെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ സിം കാർഡിന്റെ പ്രവർത്തനം റദ്ദാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി അടുത്തത്, സാംസങ്ങിന്റെയും ആപ്പിളിന്റെയും നിലപാടറിഞ്ഞാൽ മാത്രമേ ഈ ഉത്തരവിന്റെ ഭാവി എന്താകുമെന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയൂ. ഇവിടെയാണ് കളി മാറുന്നത്. ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇത്തരം ആപ്പുകൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഐഫോണിൽ ആപ്പിൾ ഇത് അനുവദിക്കുമോ? തേർഡ് പാർട്ടി ആപ്പുകളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കമ്പനിയാണ് ആപ്പിൾ. അത് നിങ്ങൾക്കറിയാം. റിപ്പോർട്ടുകൾ വരുന്നത് പ്രകാരം ആപ്പിൾ ഈ നിർദ്ദേശത്തെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആപ്പിളിന്റെ സുരക്ഷാ നയങ്ങൾ പ്രകാരം തേർഡ് പാർട്ടി ആപ്പുകൾ പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ അവർ സമ്മതിക്കാറേയില്ല, പ്രത്യേകിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആപ്പുകൾ. ആഗോളതലത്തിൽ തന്നെ ആപ്പിൾ ഇത്തരം നിർബന്ധിത നീക്കങ്ങളെ എതിർക്കാറുമുണ്ട്. സാംസങ്, ഷവോമി തുടങ്ങിയ കമ്പനികൾക്കും ഈ 90 ദിവസത്തെ സമയം വലിയ വെല്ലുവിളി തന്നെയാണ്. ഇനി ഇതിലെ ആശങ്കകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സർക്കാർ പറയുന്നത് പ്രകാരം ഇത് നമ്മുടെ സുരക്ഷയ്ക്കാണെങ്കിലും സ്വകാര്യതയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയരുന്നുണ്ട്. ഈ ആപ്പ് പ്രവർത്തിപ്പിക്കാൻ ലൊക്കേഷൻ, ക്യാമറ, സ്റ്റോറേജ് തുടങ്ങിയ പെർമിഷനുകൾ ചോദിക്കും. ഇതെപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചാൽ സർക്കാർ നമ്മളെ നിരീക്ഷിക്കുമോ എന്ന ഭയം പലർക്കും ഉണ്ടാകാൻ ഇടയുണ്ട്. പ്രതിപക്ഷ പാർട്ടികളും ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ പോലുള്ള സംഘടനകളും ഇതിനെ ബിഗ് ബ്രദർ നീക്കമാണെന്ന് വിമർശിക്കുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 പ്രകാരം IMEI നമ്പറിൽ കൃത്രിമം കാണിക്കുന്നത് 3 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഈ നിയമം നടപ്പിലാക്കാൻ കൂടിയാണ് ആപ്പ് നിർബന്ധമാക്കുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ ഫോണിന്റെ സുരക്ഷ വർദ്ധിക്കുമെങ്കിലും ഫോണിന്മേലുള്ള നമ്മളുടെ നിയന്ത്രണം കുറയുകയാണ്.